നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മളെല്ലാവരും കോടതികളിൽ നിന്നും വളരെയേറെ അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മുന്നിൽ നീതിയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴാണ് ഒരു അവസാന മാർഗം എന്നുള്ള നിലയിൽ നമ്മൾ കോടതികളെ സമീപിക്കാറ്. അല്ലാത്ത പക്ഷം പോലീസ് ആരെയെങ്കിലും ഒരു കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്ന സമയത്തും അയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്യുന്ന സമയത്തും ഒരാൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 25 വർഷം മുൻപ് വരെ ഞാൻ ഈ ജഡ്ജിമാരെയൊക്കെ ദൈവതുല്യരായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ എൻ്റെ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ആ ധാരണ തിരുത്തേണ്ടി വന്നു. വളരെയേറെ മൂല്യച്യുതികളാണ് ജുഡീഷ്യറിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഡൽഹിയിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ തീപിടുത്തം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അത് തന്നെയാണ് ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ ഉദാഹരണം. എന്നാലും റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജസ്മാരെയൊക്കെ നമ്മുടെ സമൂഹം വളരെയേറെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. എന്നാൽ അതിന് ഒരു അപവാദമാണ് 2018 ഹൈക്കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള 12ഓളം കേസുകളിൽ അതിലൊരു കേസുകളിലും ആരെയും ഇതുവരെ തൂക്കി കൊന്നിട്ടില്ല എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം, റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ. 2018 ഹൈക്കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത അദ്ദേഹം ഒരു സാധാരണ യൂട്യൂബറുടെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം ആണ്. അത് ഒരു സാമൂഹിക പ്രവർത്തനം ആണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട് എങ്കിൽ അദ്ദേഹം സംസാരിക്കേണ്ടത് തികച്ചും നിഷ്പക്ഷമായും സത്യസന്ധമായും നിയമപരമായും ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ആയിരിക്കണം. അതാണ് ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും. ഞാനൊരു BJP കാരനാണെന്ന് എൻ്റെ നാട്ടിലെ BJP-ക്കാർ പോലും പറയില്ല. എന്നാൽ അദ്ദേഹം തന്റെ ഹിന്ദു വിരോധവും RSS വിരോധവും BJP വിരോധവും പ്രകടിപ്പിക്കാനായി ഏതറ്റം വരെയും പോകും എന്നും അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യമെന്നും എനിക്ക് പല അവസരങ്ങളിലും തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായ വിഷയത്തിലും കൂടാതെ മുനമ്പത്ത് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അദ്ദേഹം നടത്തിയ നിരുത്തരവാദപരമായ കാര്യങ്ങളെ ഇവിടെ വിചാരണ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും എങ്കിൽ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ അത് ഞാൻ പല ഭാഗങ്ങളിലായിട്ട് അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നീതി ദേവതയുടെ പ്രതിമ സമീപത്ത് വെച്ച് സംസാരിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹം ആ പ്രതിമയോടെങ്കിലും നീതി പുലർത്തേണ്ടതാണ്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് കമാൽ പാഷ എന്ന വാക്കുകളുടെ അർത്ഥം എന്ന് നോക്കാം. കമാൽ എന്ന് പറയുന്നത് ഒരു അറബിക് വാക്കാണ്. അതായത് പരിപൂർണത, കംപ്ലീറ്റ്നെസ്, ഹോൾനെസ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അറബിയിലെ അർത്ഥം. പാഷ എന്ന് പറയുന്നത് ഒരു അറബി വാക്ക് അല്ല. അത് ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഉന്നത പദവികളിൽ ഇരുന്നിരുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്ന ടൈറ്റിലാണ് ഈ പാഷ അല്ലെങ്കിൽ ഭാഷ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് കമാൽ പാഷ? പരിപൂർണതയുടെ തമ്പുരാൻ അല്ലെങ്കിൽ ലോർഡ് ഓഫ് കംപ്ലീറ്റ്നെസ് എന്നാണ് കമാൽ പാഷ എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഛത്തീസ്ഗഡിലെ അറസ്റ്റിലേക്ക് പോകാം. ഞാൻ ഇവിടെ മനഃപൂർവ്വം തന്നെ കന്യാസ്ത്രീകൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ആ വാക്കുകൾ തന്നെ പലരുടെയും ഫീലിങ്സിനെ ഹർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രതികൾ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കൂ. അത് ഈ പ്രതികൾ XYZ ആരോ ആയിക്കൊള്ളട്ടെ, പ്രതികൾ മാറുമെങ്കിലും നിയമം സ്റ്റഡിയാണ്, നിയമം ഒന്നാണ്, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. നമുക്കറിയാം ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്നുള്ള സ്ഥലത്തു നിന്നും ആണ് 3 സ്ത്രീകളെ ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ നാരായൺപൂരിനെ കുറിച്ചിട്ട് കമാൽ പാഷയുടെ അഭിപ്രായം എന്താണെന്ന് കാണും. ഈ 3 സ്ത്രീകളെ ഒരു പ്രായപൂർത്തിയായവരാണ്. അവര് ഈ ഛത്തീസ്ഗഡ് നിവാസികളാണ്. അവിടുത്തെ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നിവാസികളാണ്. ഒന്നുമില്ല, പട്ടിണിയും പരിവട്ടമായിട്ട് കഴിഞ്ഞവരാണ്. അവിടെ ഒരു സംസ്കാരം ലേശം അങ്ങോട്ട് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സ്ഥലം. കമാൽ പാഷ തന്നെ പറയുന്നു, സംസ്കാരം കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമാണ് ഈ നാരായൺപൂർ. അതുമാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ചുള്ള പ്രത്യേകതകൾ.
ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 5 ഉൾപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ എന്താണ് ഈ ഷെഡ്യൂൾ 5? എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങളെ മാത്രം അവിടെ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. ട്രൈബലുകളുടെ പ്രത്യേകമായ സാമൂഹികവും സാമ്പത്തികവും ആയ അവസ്ഥ കണക്കിലെടുത്ത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് സ്വയംഭരണം നൽകുന്നതിനും വേണ്ടി ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരം ചില പ്രദേശങ്ങളെ മാത്രം ഷെഡ്യൂൾ 5 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് ഈ 5ാം ഷെഡ്യൂൾ ബാധകമല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളത് 6ാം ഷെഡ്യൂളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 5ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത്തരം ഏരിയകളിൽ ട്രൈബൽസിന്റെ ജനസംഖ്യ വളരെ കൂടുതലായിരിക്കും. മിക്കവാറും വനപ്രദേശം ആയിരിക്കും. ഒരു സ്ഥലത്തിനെ ഈ ഷെഡ്യൂൾ 5 പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രസിഡന്റും ഗവർണറും കൂടി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ആണ്. അത്തരത്തിലുള്ള ഏരിയയിലെ ട്രൈബൽസിന്റെ സാമൂഹിക ഉന്നമനത്തിനും സാമ്പത്തിക പുരോഗതിക്കും ഒക്കെ ആയിട്ട് അവിടെ ഒരു ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ടായിരിക്കും. അതിൽ മിക്കവാറും അംഗങ്ങളും വന്നിട്ട് ആ അസംബ്ലിയിലെ ട്രൈബലായ മെമ്പേഴ്സ് ആയിരിക്കും. ഈ നാരായൺപൂർ ഉൾപ്പെടുന്ന വെസ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ അത് റെഡ് കോറിഡോറിന്റെയും ഭാഗമാണ്. എന്താണത്? വനപ്രദേശമാണ്. അവിടെ ഭരിക്കുന്നത് നക്സലുകളും മാവോയിസ്റ്റുകളും ആണ്. ഇന്ത്യയിലെ പാർലമെന്റോ അസംബ്ലിയോ ഒക്കെ പാസ്സാക്കുന്ന ഏത് നിയമങ്ങൾ ആയാലും ശരി, അത് ഈ ട്രൈബൽസിന്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധം ആണെങ്കിൽ ആ നിയമം അവിടെ നടപ്പിലാക്കാതിരിക്കുക. അല്ലാത്ത പക്ഷം അതിൽ വേണ്ട പരിഷ്കാരങ്ങൾ നടത്തുന്നതിനോ ഗവർണർക്ക് അധികാരം ഉണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ റബ്ബർ സ്റ്റാമ്പ് എന്ന് വിളിക്കുന്ന ഗവർണർക്ക് അത്തരം ഏരിയകളിൽ പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഒരു സ്ഥലമാണെങ്കിൽ പോലും അത് നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥയോ ഉള്ള ഒരു സ്ഥലം അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ അരക്ഷിതാവസ്ഥയുടെ ഫലമായി പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ ഛത്തീസ്ഗഡ് ഏരിയയിൽ നിന്നും സ്ത്രീകളെയും പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടികളെയും മനുഷ്യക്കടത്ത് നടത്തി പുറത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അത് എഴുതിയത് ചൈൽഡ് റൈറ്റ്സ് ആക്ടിവിസ്റ്റും ജസ്റ്റ് റൈറ്റ്സ് ഫോർ ദ ചിൽഡ്രൻ എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനും ആയ രൂപൻ റിബു ആണ്. ബീഹാറിന്റെ ഇരുണ്ടവശം പെൺകുട്ടി കടത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ആ എഡിറ്റോറിയലിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഛത്തീസ്ഗഡ് ഏരിയയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ദയനീയാവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ അറിയാൻ സാധിക്കും. വേശ്യാവൃത്തിക്കും ഡാൻസ് ട്രൂപ്പിലെ ഡാൻസറായും വീട്ടുജോലിക്കും ഈ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടന്നു വരുന്നത് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആരും തന്നെ സമ്മതിക്കും. അതിന് യാതൊരു സംശയവും ഇല്ല തന്നെ. അത്തരത്തിൽ കൊണ്ടുപോകുന്നത് ആയിരക്കണക്കിന് സ്ത്രീകളെയാണ്. ഈ ബീഹാർ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ജൂൺ മാസം വരെ അത്തരത്തിൽ 271 പെൺകുട്ടികളെയാണ് അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയതും ബീഹാർ പോലീസ് രക്ഷപ്പെടുത്തിയതും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നാം ഈ കമാൽ പാഷയെ ശ്രമിക്കേണ്ടത്. ഇനി കമാൽ പാഷയിലെ നീതിമാൻ ഉണരുന്നത് കാണുക. നാട്ടിൽ നിയമമല്ലേ നോക്കേണ്ടത്? അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒരേ നിയമങ്ങളാണ് ഉള്ളതെന്ന്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അങ്ങനെ അല്ല. ഛത്തീസ്ഗഡിലെ നിയമങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ധാരണയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരേ കേസിനെ സംബന്ധിച്ച് ഒരേ സമയത്ത് വിഭിന്നമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കാണുക. പക്ഷേ അത് 2 വീഡിയോയിൽ ആയിരുന്നു എന്ന് മാത്രം. ഇതിനെന്താണെന്നറിയാം, നോൺ ബെയിലബിൾ ആണ്. ഇത് കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. എന്നിട്ട് ജാമ്യം കിട്ടുകയില്ല. ആ സ്ത്രീകൾക്ക് ജാമ്യവും കിട്ടത്തില്ല, ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നു ജാമ്യം കിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. പിന്നെ അദ്ദേഹം ജാമ്യം കിട്ടും എന്നും പറയുന്നത് കാണുക. ജാമ്യം കിട്ടാവുന്ന കുറ്റമാണ്, കാര്യമാണ് ഈ ഒഫൻസ് ഉണ്ടെങ്കിൽ പോലും. നമുക്കറിയാം ആ കേസിൽ പ്രതികൾ ആദ്യം ബെയിലിന് വേണ്ടി സമീപിച്ചത് മജിസ്ട്രേറ്റ് കോടതിയെ ആയിരുന്നു. അതൊരു നടപടിക്രമത്തിന്റെ ഭാഗം ആയിരുന്നു.
ആ കേസ് വന്നിട്ട് ഭാവിയിൽ ട്രയൽ ചെയ്യപ്പെടുക സെഷൻസ് കോടതിയിൽ ആയിരിക്കും. എന്നാലും ഈ ജാമ്യത്തിന് വേണ്ടി ആദ്യം ഈ പ്രതികൾ സമീപിക്കേണ്ടിയിരുന്നത് മജിസ്ട്രേറ്റ് കോടതിയെ ആയിരുന്നു. സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതി അത് നിരാകരിക്കും. കാരണം എന്താണ്? ഇത് സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരേണ്ട കേസായതിനാൽ. എന്നാലും ചില പ്രത്യേക അവസരങ്ങളിൽ വേണമെങ്കിലും മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു യു ഗോ ടു ദ സെഷൻസ് കോർട്ട്. അങ്ങനെ പ്രതികൾ പിന്നീട് പോയത് സെഷൻസ് കോടതിയിലാണ്. അപ്പൊ സെഷൻസ് കോടതി പറഞ്ഞു ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന വിഷയം NIA ഷെഡ്യൂളിൽ പെട്ട വിഷയം ആയതിനാൽ നിങ്ങൾ NIA കോടതിയിലേക്ക് പോകും. അപ്പോൾ സാധാരണഗതിയിൽ നാം ആലോചിക്കും ഈ NIA കോടതി എന്ന് പറയുന്നത് ഏതോ ഒരു വലിയ കോടതിയാണ് എന്ന്. അങ്ങനെയല്ല. ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അടിയിൽ തന്നെ വരുന്ന ഒരു അഡീഷണൽ സെഷൻസ് കോർട്ടാണ് ഈ NIA കോടതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സെഷൻസ് കോടതി ഇവരെ NIA കോടതിയിലേക്ക് അയച്ചത്. എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്നു ഈ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു. യഥാർത്ഥത്തിൽ ജാമ്യം നിഷേധിച്ചില്ല. നിങ്ങൾ അവിടെ പോകൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ഈ സെഷൻസ് കോടതിയുടെ അടിയിലാണ് അഡീഷണൽ സെഷൻസ് കോടതി. അപ്പോൾ ആ ഒരു കേസിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച ഒരു കേസിൽ എങ്ങനെയാണ് അഡീഷണൽ സെഷൻസ് കോടതിക്ക് പരിഗണിച്ചിട്ട് ഈ സെഷൻസ് കോടതി നിരാകരിച്ച ജാമ്യം എങ്ങനെ നൽകാൻ കഴിയും എന്നുള്ള ഒരു വിഡ്ഢി ചോദ്യമാണ് കമാൽ പാഷ ഉന്നയിക്കുന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുടെ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് ആളുകൾ. അത് തെറ്റിദ്ധാരണയാണ് പലതും. അപ്പോൾ സെഷൻസ് കോടതി പറഞ്ഞു ഇത് NIA ആക്ടിൻ്റെ, അതായത് അതിൻ്റെ പരിധി വരുന്നതാണ്, അതുകൊണ്ട് NIA സ്പെഷ്യൽ കോടതിക്ക് കൊടുക്കാവുള്ളൂ. അത് വിവരക്കേടാ ആ പറഞ്ഞേക്കുന്നത്. അത് സെഷൻസ് കോടതി പറഞ്ഞത് തെറ്റാണ്. കാരണം സെഷൻസ് കോടതിയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്, ബാക്കി ഈ കോടതികളെല്ലാം. ഇപ്പോൾ CBI സ്പെഷ്യൽ കോർട്ടായാലും NIA സ്പെഷ്യൽ കോർട്ടായാലും ഇതെല്ലാം അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ടാണ് അതൊക്കെ. ആ സെഷൻസ് ഡിവിഷനിലെ അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്ന, അതായത് മേലധികാരി എന്ന് പറയുന്നത് സെഷൻസ് ജഡ്ജാണ്, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജാണ്. അപ്പോൾ സെഷൻസ് കോടതിക്ക് അധികാരമില്ല, അതുകൊണ്ട് എനിക്കിത് അധികാരമില്ല, NIA കേസ് ഞാൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ബോധമില്ലായ്മയാണ്. കൊടുക്കാം വേണമെങ്കിൽ. ഇനി അത് കൊടുക്കാൻ വയ്യ എന്നുള്ള ആണെങ്കിൽ അന്നേരമാണ് ഈ മുട്ടിന്യായം പറയുന്നത്. ഇവിടെ ആ മുട്ടിന്യായം പറഞ്ഞെന്നത് മാത്രമേ ഉള്ളൂ. സെഷൻസ് കോടതി മൂവ് ചെയ്തപ്പോൾ ഇവിടല്ല, നിങ്ങൾ NIA കോടതിയിൽ പോയി മൂവ് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്. അത് ബോധമില്ലായ്മയാണ്. ആ ചെയ്തത് തെറ്റാണ്. ഇതാണ് ആ കാര്യം. ഇനി പിന്നെ അടുത്തത് ഹൈക്കോടതി മൂവ് ചെയ്യുക. ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇനിയിപ്പോൾ NIA കോടതി, അതായത് സെഷൻസ് കോടതി മൂവ് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല, NIA കോടതി ഇപ്പം പറയുന്നു. അപ്പോൾ സെഷൻസ് കോടതിയുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ കീഴിലല്ല എങ്കിൽ പോലും, അതായത് തത്തുല്യമായ അധികാരങ്ങളുണ്ടെങ്കിൽ പോലും സെഷൻസ് ജഡ്ജ് ഡിനൈ ചെയ്ത ഒരു ബെയില് ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജ് എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് ആ പറയുന്ന ഇപ്പോൾ അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അവിടെ പോയി സമയം കളയേണ്ട കാര്യമില്ല, NIA കോടതിയിൽ പോകേണ്ട കാര്യമില്ല, നേരെ ഹൈക്കോടതി പോയാൽ മതി. കാരണം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചില്ല. ഇവിടെയല്ല, നിങ്ങൾ അവിടെ പോകൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും NIA കോടതിക്ക് ആ ജാമ്യ ഹർജി പരിഗണിക്കാമായിരുന്നു. എന്നാൽ ഇദ്ദേഹം കൊടുക്കുന്ന വിദഗ്ധ നിയമോപദേശം എന്താണ്? നിങ്ങൾ NIA കോടതിയിൽ പോകേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ പോയാൽ മതി എന്ന്. ഇദ്ദേഹം പറയുന്നതാണ് ശരിയെങ്കിൽ ആരും ഈ ഒരു കോടതിയിൽ പോയിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും നേരെ സുപ്രീം കോടതിയിൽ, എല്ലാ കോടതികളുടെയും കോടതിയാണല്ലോ സുപ്രീം കോടതി, നേരെ അവിടെ പോയാൽ പോരെ. പിന്നെ എന്താണ് സംഭവിച്ചത്? നമ്മൾ എല്ലാവരും കണ്ടു. പ്രതികൾ NIA കോടതിയെ സമീപിച്ചു, NIA കോടതി ജാമ്യം നൽകി. ഇദ്ദേഹം പറഞ്ഞത് പരിഗണിക്കാനേ പറ്റില്ല, കാരണം സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞു എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരേ കാര്യത്തിനെ സംബന്ധിച്ച് തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പുലമ്പുന്നത്. ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്ക് അല്പം ദുഃഖമുണ്ട്, എങ്കിൽ തന്നെയും അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ ജാമ്യം കിട്ടുമെന്നും കിട്ടില്ല എന്നും മാറ്റി മാറ്റി പറയുക, NIA കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കില്ല എന്ന് പറയുക, അവസാനം പ്രതികൾക്ക് NIA കോടതിയിൽ നിന്നും തന്നെ ജാമ്യം ലഭിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സാധാരണ കോമൺ സെൻസിൽ ഉദിക്കുന്ന ചോദ്യം ഒന്നേ ഉള്ളൂ: ഇദ്ദേഹം എങ്ങനെ ജഡ്ജിയായി എന്ന്.
ഇനി മറ്റൊരു രസകരമായ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ തന്നെ കണ്ടുപിടുത്തമാണ്. അതായത് BJPയുടെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ അനൂപ് ആന്റണിയുടെ അച്ഛൻ നമ്മുടെ പഴയ മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണി ആണ്. ഇനി അനൂപ് ആന്റണി വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമോ എന്നുള്ളതാണ് എന്റെ ഭയം. അപ്പോ ഇത്രയൊക്കെ വിവരമേ ഇദ്ദേഹത്തിനുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. കാണാം. ആന്റണിയുടെ മോനെ ഒരു 2 മക്കളുണ്ടായിരുന്നു. ഏതായാലും 2 പേരെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങോട്ടായി. ഇത് ഇവരുടെ ആളായിട്ട് പോയേക്കുന്ന BJPയുടെ ആളായിട്ട് അവിടെ പോയേക്കുക എന്തിനാണെന്നറിയോ? അവിടുത്തെ മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാനാണ് അങ്ങോട്ട് വിട്ടേക്കുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാളും വിവരമുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു താഴ്മയായ ഒരു അപേക്ഷയുണ്ട്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വിളിച്ചു പറയട്ടെ. പക്ഷേ ദയവായി അങ്ങ് ആ നീതി ദേവതയുടെ ആ വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ അതിൽ നിന്നും ഒഴിവാക്കണം. കാരണം ആ പ്രതിമയ്ക്ക് പോലും ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ട് ചിരി വരുന്നുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളുടെ ഒരു അപേക്ഷയോട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയും ഈ തുടർന്ന് വരാൻ പോകുന്ന ഭാഗങ്ങളും കാണണം. കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കഴിയുമെങ്കിൽ ആരെങ്കിലും ഇത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇദ്ദേഹം ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.